ഒരു പടുകൂറ്റൻ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് ലോകം. അടുത്ത കോവിഡിന്റെ വ്യാപനമല്ല, അടുത്ത പ്രകൃതിയുടെ ദുരന്തമല്ല, അടുത്ത മഹായുദ്ധമല്ല. ആ സംഭവം യേശു ക്രിസ്തുവിന്റെ വരവ്. ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ എവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആ ഇറങ്ങി വരുന്ന കാഴ്ച കാണാൻ എല്ലാവരും ഉണ്ടാകുകയില്ല. 12 പേരുള്ളിടത്ത് തേജസ്കരിക്കപ്പെട്ട് നിൽക്കുന്നത് കാണാൻ വലിയൊരു സംഘത്തിന് കഴിഞ്ഞില്ല, ചെറിയൊരു സംഘത്തിന് കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് മേഘാരൂഢനായി നമ്മുടെ കർത്താവ് അനധി വിദൂര ഭാവിയിൽ വരും. ആ വരുന്ന കാഴ്ച കാണാൻ എല്ലാവരും ഉണ്ടാകുകയില്ല. അവന്റെ കാഹളം കേൾക്കാൻ എല്ലാവരും ഉണ്ടാകുകയില്ല. അവനോടുകൂടെ പറന്നു പോകാൻ എല്ലാവരും ഉണ്ടാകുകയില്ല. അന്നൊരു വചനം നിവർത്തിയാകും. അന്ന് മുൻപന്മാർ പലരും പിൻപന്മാരാകും. അന്ന് പിൻപന്മാർ പലരും മുൻപന്മാരാകും. ഇന്ന് രാത്രി എത്ര ദൈവദിനത്തിന്റെ അകത്ത് പ്രത്യാശയുണ്ട്. ആരൊക്കെ അവൻ വരുന്ന കാഴ്ച കണ്ടില്ലെങ്കിലും, ആരൊക്കെ അവന്റെ കാഹളം കേട്ടില്ലെങ്കിലും, ആരൊക്കെ അവനോടുകൂടെ പറന്നു പോയില്ലെങ്കിലും, അവൻ വരുന്നത് ഞാൻ കാണും, അവന്റെ കാഹളം ഞാൻ കേൾക്കും, ഞാൻ അവനോടുകൂടെ പറന്നു പോകുമെന്ന് പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ കൈകൾ അടിച്ച്